ദേവാമൃതത്തിലിനി വാസ്തുശാസ്ത്രം. വാസ്തു ജ്യോതിഷപരമായ പ്രശ്നങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിനായി ഇന്നും നമ്മോടൊപ്പമുള്ളത് പ്രമുഖ വാസ്തു ജ്യോതിഷാചാര്യനായ ഡോക്ടർ ഡെന്നീസ് ജോയിയാണ്. സ്നേഹത്തോടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം ഡെന്നീസ്. ഡെന്നീസ് സർ, കത്തിലേക്ക് കിടക്കുകയാണ്. സർ, ഞാൻ കോട്ടയം പാമ്പാടി എന്ന സ്ഥലത്ത് വീട് പണിയാനായി സ്ഥലം വാങ്ങി 2500 സ്ക്വയർ ഫീറ്റിൽ വരുന്ന ഒരു പ്ലാനും വരച്ചു. പക്ഷേ ഓരോരോ തടസ്സങ്ങൾ കാരണം പണി തുടങ്ങിയിട്ടില്ല. വടക്കു പടിഞ്ഞാറും തെക്കു പടിഞ്ഞാറും താണിരിക്കുന്ന സ്ഥലമാണിത്. അതിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? അതുകൊണ്ടാണോ ഇങ്ങനെ തടസ്സങ്ങൾ വരുന്നത്? പ്ലാനും എല്ലാ ഡീറ്റെയിൽസും ഇതോടൊപ്പം അയക്കുന്നു. ദയവായി മറുപടി തരണം. ഈ ഒരു വീടിൻ്റെ വസ്തുവിൻ്റെ പ്ലാൻ എടുക്കുന്ന സമയത്ത് ഈ ഒരു വസ്തു ശരിക്കും ആരുടെയും കയ്യിൽ സ്ഥിരമായിട്ട് നിൽക്കാത്തൊരു വസ്തുവായിട്ടാണ് കണക്ക് കൂടിയാൽ ഒരു 5-6 വർഷം ഒരാൾ ഉപയോഗിക്കും. അത് കഴിയുമ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർക്ക് വെക്കേണ്ടി വരും. ഇങ്ങനെ ഒരു സ്ഥിരമായിട്ട് കൈമറിഞ്ഞ് പോകുന്ന ഒരു വസ്തുവായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ ലാസ്റ്റിൽ ഇവരാണ് ഇപ്പോൾ ഇത് വാങ്ങി വീട് വെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് വസ്തു സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള വാസ്തു കമ്പനിയെടുത്ത് കാണുന്നുണ്ട്. ഏതെങ്കിലും കർമ്മയെ കൊണ്ട് അതിന് വേണ്ടുന്ന പരിഹാരങ്ങൾ ഇത് ചെയ്യിപ്പിക്കണം. ഇതിൽ വടക്ക് പടിഞ്ഞാറ് ഭാഗവും തെക്ക് പടിഞ്ഞാറ് ഭാഗവും താണ്ടിരിക്കുന്ന വസ്തുവാണെന്ന് അവർ പറയുന്നുണ്ട്. ഇതിൽ സ്ഥിരമായിട്ട് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ആരോഗ്യപരമായിട്ടുള്ള വിഷയങ്ങളും വാദസംബന്ധമായ വിഷയങ്ങളൊക്കെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇത് റോഡ് ലെവലിൽ നിന്ന് കുറച്ച് താണിരിക്കുന്ന വസ്തുവാണ്. ഇതിനകത്ത് നമ്മുടെ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് ഒന്ന് റീ അറേഞ്ച്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. നമ്മുടെ ഹെൽത്തിൻ്റെ ഭാഗങ്ങളൊക്കെ നമുക്കൊന്ന് ബൂസ്റ്റപ്പ് ചെയ്തെടുക്കാൻ പറ്റും. കാരണം വെച്ചാൽ പഞ്ചഭൂതങ്ങളെ വെച്ചിട്ട് നമ്മുടെ ആരോഗ്യത്തിൻ്റെ ഭാഗം ബൂസ്റ്റപ്പ് ചെയ്യുമ്പം ചിലപ്പോൾ അവരുടെ ജാതകപ്രകാരം ആ ഒരു ഭാഗം അവർക്ക് മോശമായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാവാൻ ചിലപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ആൾക്കാരുടെ ജാതകപ്രകാരം ചില ആൾക്കാർക്ക് ചില ഭാഗങ്ങൾ പോസിറ്റീവ് ആയിരിക്കും, ചില ആൾക്കാർക്ക് ചില ഭാഗങ്ങൾ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തെ പോസിറ്റീവ് ആക്കാനായിട്ടുള്ള പഞ്ചഭൂതങ്ങളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കുറേ മാറി കിട്ടുന്നതിനത് കാരണമായി തീരും. രണ്ടാമത്തൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് തൊഴിൽ ഭാഗമായാലും പ്രശസ്തിയുടെ ഭാഗങ്ങളായാലും അതുപോലെ ഹെൽത്തിൻ്റെ ഭാഗങ്ങളാണെന്നുണ്ടെങ്കിലും അതുപോലെ നമ്മുടെ പ്രോസ്പെരിറ്റിയുടെ ഭാഗങ്ങളൊക്കെ നമുക്ക് എനർജൈസ് ചെയ്ത് കൂട്ടാൻ പറ്റും. വെളിയിൽ ഒരു ആൾട്രേഷൻ ചെയ്യാതെ വീടിനകത്ത് കൂടി മാത്രം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ പോലെ കൂടുതൽ ഗുണഫലങ്ങൾ നമുക്ക് അതുവഴി കിട്ടും. കുറച്ചുകൂടി പോസിറ്റീവ് എനർജി കിട്ടാനായിട്ട് നമുക്ക് വീടിനകത്ത് നമുക്ക് പ്ലാന്റ് വെക്കുന്ന ഏരിയയിൽ നമുക്ക് പ്ലാന്റുകളൊക്കെ വെക്കാൻ പറ്റും. പ്ലാന്റ് ഒക്കെ വരുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ഓക്സിജനൊക്കെ പുറത്ത് വിടുന്നതൊക്കെയാണ്. അപ്പോൾ കുറച്ചുകൂടെ എനർജൈസ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. മൂന്നാമത്തെ ഒരു വിഷയം വെച്ചാൽ ഇതിൻ്റെ ചുറ്റളവ് എടുക്കുമ്പോൾ 130 സെൻറ്റിമീറ്റർ കൂടി ഇവർ കൂട്ടിയെടുത്തെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള ചുറ്റളവിലേക്ക് വരത്തുള്ളൂ. അതുപോലെ സ്റ്റെയർ കേസ് വരുന്നത് മെയിൻ ഡോറിൻ്റെ നേരെയാണ്. പല എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ട്. മെയിൻ ഡോറിന് നേരെ ചവിട്ടി കയറുന്ന രീതിയിൽ സ്റ്റെയർ കേസ് ദോഷമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇവർക്ക് ഇത് ആൾട്രേഷൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് എന്തെങ്കിലും കർട്ടനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറയോ നമ്മുടെ ചെറിയ സ്ക്രീനുകളൊക്കെ വാങ്ങിക്കാൻ കിട്ടുള്ളൂ എന്ന് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മറച്ചിടുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്ററാണ്. അല്ലെങ്കിൽ ഇൻറ്റീരിയലൊക്കെ ചെയ്യുന്ന സമയത്ത് ചെറിയ ഡോറ് പോലെ ഗ്ലാസിൻ്റെയൊക്കെ വെച്ച് ചെയ്യുകയാണെങ്കിൽ അറിയില്ല. കാരണം ഇത് തമ്മിൽ കാണാൻ പാടില്ല. ഈ വാതിലിൽ നിന്നുള്ള എയർ അതിലോട്ട് പോകാൻ പാടില്ല. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ മാത്രമേ എനിക്കിന്നത് വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻ്റ് ആയിട്ട് കാണുള്ളൂ. ഒരു വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അങ്ങ് ക്ലിയർ ചെയ്യുക. പണിഞ്ഞ് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ക്ലിയർ ചെയ്ത ശേഷം മുന്നോട്ട് പോകും. നമ്മൾ ഈ പഞ്ചഭൂതങ്ങളെ അപ്ലൈ ചെയ്യുമ്പോൾ ഓരോ വീടിനും ഓരോ തരത്തിലായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്? ഇല്ല, പഞ്ചഭൂതങ്ങൾ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ വീടിനും അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ വീടും താമസിക്കുന്ന ആൾക്കാരുടെ ജാതകങ്ങൾ വ്യത്യസ്തമായിരിക്കും. ഇപ്പം ഒരാൾക്ക് നല്ലതാണെന്ന് പറയുന്നത് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വൈഫിന് അത്ര മോശം സ്ഥാനമായിരിക്കാം. അപ്പോൾ രണ്ടുപേരുടെയും ജാതകത്തിൽ ഒരാൾക്ക് നല്ലത് ഒരാൾക്ക് മോശമായിരിക്കും. അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഏത് പഞ്ചഭൂതങ്ങളെ അപ്ലൈ ചെയ്യണം, കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കണോ, അല്ലെങ്കിൽ കൂട്ടായി എടുക്കാനാണെങ്കിൽ കൂട്ടിയെടുക്കുക. ചില വീട്ടിൽ കണ്ടുണ്ടോ ഭാര്യ ഭർത്താവ് തമ്മിൽ ഭയങ്കര വഴക്കായിരിക്കും. അപ്പോൾ ഈ ചിലപ്പോൾ നമ്മുടെ ജാതകം എടുത്ത് നോക്കുന്ന സമയത്ത് അവരുടെ വൈഫിൻ്റെ ജാതകം എന്ന് പറയുന്നത് ചിലപ്പോൾ ഫയർ ആയിരിക്കും അവരുടെ പഞ്ചഭൂതം, ഭർത്താവിൻ്റെ ചിലപ്പോൾ വാട്ടർ ആയിരിക്കും. അപ്പോൾ ആ വീട്ടിൽ കുറച്ചുകൂടി റെഡ് കളറുള്ള കർട്ടനുകളും അല്ല റെഡ് കളറുള്ള ബെഡ്ഷീറ്റും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫയറിൻ്റെ സിമ്പിൾ കുറച്ചുകൂടി കൂടും. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് ഈ ഒരു വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി കൂടി വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ ചെയ്യുന്നത് അവിടെ നീല കളറാണ് വാട്ടറിൻ്റെ കളറായിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അപ്പോൾ നീല കർട്ടൻ അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ അവിടെ അപ്ലൈ ചെയ്യുമ്പോൾ ഇതൊരു ബാലൻസിങ്ങിൽ പോകും. ചില ബെഡ്റൂമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് ചിലപ്പം എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് ചിലപ്പം ടെൻഷനും വഴക്കും ബഹളങ്ങളും ഒക്കെ വരാനുള്ള സാധ്യത. അപ്പം ഈ പറഞ്ഞ പോലെ അവിടുത്തെ കളർ ബാലൻസ് ചെയ്യുകയും അല്ലെങ്കിൽ അവിടുത്തെ പഞ്ചഭൂതങ്ങൾ ഫയറിൻ്റെ ഭാഗത്ത് നമ്മൾ ഫയറിനെ കുറയ്ക്കാനുള്ള പഞ്ചഭൂതങ്ങളായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യുക. ഓരോ ദിക്കിനും ഓരോ പഞ്ചഭൂതമാണ്. അപ്പോൾ ഒരു വീട് എടുക്കുമ്പം അതിന് ടോട്ടലി ഇപ്പം 8 ദിക്കുണ്ടല്ലോ, 8 ഉപദിക്ക് ഉൾപ്പെടെ 8 മൂലയുണ്ട്. അപ്പോൾ അവിടെ വെക്കേണ്ട പഞ്ചഭൂതങ്ങളുണ്ട്. അതുപോലെ ബെഡ്റൂമിൽ വെക്കേണ്ട പഞ്ചഭൂതമുണ്ട്. ഇപ്പം തെക്ക് കിഴക്ക് ഭാഗം എന്ന് പറയുന്നത് ഫെങ്ഷു അനുസരിച്ച് ആ ഭാഗം
വുഡിൻ്റെ ഏരിയ ആണ്. അപ്പോൾ അതിനെ വുഡിനെ കൂട്ടാനുള്ള പഞ്ചഭൂതങ്ങൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, കുറയ്ക്കാനുള്ള പഞ്ചഭൂതങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഓരോ ദിക്കിലും നമുക്ക് അത് വാസ്തു ചെയ്യുന്ന ആൾ അത് കൃത്യമായി കണക്ക് കൂട്ടിയിട്ട് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഗുണിച്ചാൽ അതിൻ്റെ റിസൾട്ട് വളരെ ഫാസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് വെളിയിൽ വാസ്തു ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോലും ആകെ എനർജൈസ് ചെയ്യുമ്പോൾ കൂടുതൽ ഗുണഫലങ്ങൾ കിട്ടും. ചില നിസ്സാര കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ചിലപ്പം അറിയാതെ കിടക്കും. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ചില കാർ പോർച്ചുകൾ ചെറിയ ഷെഡുകളായിരിക്കും, ചിലപ്പോൾ പെട്ടെന്ന് കെട്ടിയിടുന്നതാണ്, അല്ലെ ഒരു ടെമ്പററി ചെയ്യുന്നതാണ്. പക്ഷെ അവിടെ വാഹനം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും വാഴുന്ന ഒരു ഏരിയ ആവണമെന്നില്ല. അപ്പോൾ ചില കാര്യങ്ങളുണ്ട്, നമ്മൾ കാർ പോർച്ച് ആണെന്നുണ്ടെങ്കിലും നമ്മുടെ വീടിൻ്റെ ബെഡ്റൂം ആണെന്നുണ്ടെങ്കിലും ഓരോ ഭാഗങ്ങളും വാസ്തുവിൻ്റെ ഒരു കണക്കിൽ അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ വലിയ തടസ്സങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് ഈ ഒരു പ്ലാനിൽ ഈ ഒരു കറക്ഷൻ ചെയ്തിട്ട് മുന്നോട്ട് പോകും. നന്ദി സർ. വാസ്തുശാസ്ത്രത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു. വാസ്തു ജ്യോതിഷപരമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് ഞങ്ങൾക്ക് എഴുതേണ്ട വിലാസം: പ്രൊഡ്യൂസർ ദേവാമൃതം, കൗമുദി TV, കൗമുദി ബിൽഡിംഗ്സ്, പേട്ട, തിരുവനന്തപുരം.